ഒക്കെ ബാഗിൽ കൊണ്ടുപോകണം എന്നുള്ളത്. അന്നത്തെ ദിവസത്തെ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ളതും കൂടി നമ്മൾ പാർസൽ ചെയ്തെടുക്കുക. ബോണക്കാട് ആകെ കുറച്ച് കടകളേ ഉള്ളൂ, 1-2 കടകളേ ഉള്ളൂ. അവിടെ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടില്ല. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ തന്നെ നമ്മളത് കരുതുക. പിന്നെ നമ്മൾ എനർജി വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. എനർജി ബാർസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംതിങ് ഒക്കെ. കാരണം നമ്മൾ എനർജി എപ്പോൾ വേണമെങ്കിലും ലോസ് ആവും. അത്ര ടൈറ്റുള്ള ട്രക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ അത് കരുതുക. നമ്മുടെ ശരീരത്തിനനുസരിച്ച് എന്താണോ വേണ്ട അതിനനുസരിച്ചുള്ള കരുതുക. ബേസ് ക്യാമ്പിൽ ആകെ 1-2 പ്ലഗ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പവർ ബാങ്ക് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ക്യാമറയും മറ്റും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പവർ ബാങ്കോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഡിവൈസ് കാര്യങ്ങൾ കയ്യിൽ കരുതുക. ഷൂ കമ്പൽസറി ആണെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിർബന്ധമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഷൂ ഇല്ലാത്തതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മഴ ആയതുകൊണ്ട് കാല് ഫുള്ള് നനഞ്ഞ് നാശാവും. പക്ഷെ അട്ട കയറുന്നതിന് ഒരു പരിധി വരെ നല്ലത് ഷൂ ഇടുന്നത് തന്നെയാണ് താനും. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നിങ്ങളെ സൗകര്യം ഏതാണോ അത് ചെയ്യാം. കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഷൂ ഇടാതെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് കാണുകയും ചെയ്യാം, അതിനെ തട്ടിക്കളയും ചെയ്യാം. ഉപ്പിട്ടിട്ടാണ് സാധാരണഗതിയിൽ പോവാറ്. ഉപ്പ് പിന്നെ അതേപോലത്തെ സാനിറ്റൈസർ അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അടുത്തത് എങ്ങനെ അവിടേക്ക് എത്തിച്ചെല്ലാം, എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ്. നമുക്ക് രാവിലെ തിരുവനന്തപുരത്ത് 5 മണിക്ക് മറ്റാണ് ഫസ്റ്റ് ബസ്സുകൾ. അതിൽ തന്നെ പരമാവധി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് പോയി കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ എടുക്കും ബോണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. ബോണക്കാട് നിന്ന് ഈ ചെക്ക് പോസ്റ്റിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ എടുത്തിട്ട് 1/2 മണിക്കൂർ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത് കണക്കാക്കുക. ചെക്ക് പോയിന്റ് തൊട്ടിട്ട് ബേസ് ക്യാമ്പ് വരെ 10 കിലോമീറ്റർ ആണുള്ളത്. അതിൽ പകുതി ദൂരം ഏകദേശം ഒരു 7-8 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും സുഖമായിട്ട് പോകാം. അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 3-4 കിലോമീറ്റർ വളരെ ടഫാണ്. അത് മാത്രമേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൂ ആദ്യത്തെ ദിവസത്തത്. കുറെ പുഴകൾ കടക്കാനുണ്ട് ചെറുതും വലുതുമായിട്ട്. അതിലൊരു 3 മാത്രമേ ഈ കയറ് കെട്ടിയിട്ടുള്ളൂ. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പിന്നെ ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ വൈകുന്നേരത്തെ ചായ തൊട്ടാണ് നമുക്ക് ഫുഡ് ഉണ്ടാവുക. ഞങ്ങൾക്ക് കിട്ടിയത് തലേദിവസം വൈകുന്നേരം ചായയുടെ കൂടെ ഒരു ബജിയായിരുന്നു. പിന്നെ രാത്രി കഞ്ഞി, പിറ്റേ ദിവസം രാവിലെ പൂരിയും ബാജിയായിരുന്നു. ഉച്ചക്കേക്ക് ചോറ്, രാത്രിക്കേക്ക് വീണ്ടും കഞ്ഞി, പിറ്റേ ദിവസം രാവിലെ പുട്ടും കടലക്കറിയും. രണ്ടാമത്തെ ദിവസം ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 7:30 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 7 മണിക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. 7:30, 7:45 ആകുമ്പോൾ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ദിവസം വളരെ ഹാർഡ് ട്രെക്കിംഗ് തന്നെയാണ്, ഫുള്ള് കുത്തനെയാണ് പോകേണ്ടത്. അപ്പം രണ്ടാമത്തെ ദിവസത്തേക്ക് പരമാവധി എനർജി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കയറ് പിടിച്ച് പാറേന്റെ മുകളിൽ കൂടി പോകേണ്ടത് ഇപ്പോഴാണുള്ളത്. മുകളിലേക്ക് എത്തുന്തോറും വളരെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാവും. അപ്പം 100 രൂപേന്റെ കോട്ടിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. ട്രെക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളടുത്ത് പൂജാദ്രവ്യങ്ങൾ, സോപ്പ്, ഷാമ്പു, അങ്ങനത്തെ സുഗന്ധ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മുകളിലേക്ക് അലോഡല്ല. അതൊക്കെ നമുക്ക് താഴെ നിന്ന് വാങ്ങി വെക്കും. അപ്പം അതും കൂടി ശ്രദ്ധിക്കുക. തിരിച്ച് ബോണക്കാട് നിന്ന് ഏകദേശം 2 മണിക്ക് മറ്റാണ് ഒരു ബസ് ഉള്ളത്. ബസ്സിന്റെ ടൈമിംഗ് ഒന്നുകൂടി ഒന്ന് വിളിച്ച് കൺഫേം ആക്കിയിട്ട് പ്ലാൻ ചെയ്യുക. സീസൺ ടൈമിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അതും ലിമിറ്റഡ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. താങ്ക്